സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന പ്രഖ്യാപനവുമായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. കാലവർഷം കനക്കാത്തതും അണക്കെട്ടുകളിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴുന്നതുമാണ് നിലവിലെ കടുത്ത പ്രതിസന്ധിക്ക് കാരണം. കൂടാതെ പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി എത്തിക്കാനുള്ള KECBയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതും തിരിച്ചടിയായി. ഈ സാഹചര്യത്തിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KECBക്ക് അനുമതി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിലവിൽ അനുഭവപ്പെടുന്ന കടുത്ത ഊർജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിപണിയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KECBക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ബോർഡിന്റെ പ്രവർത്തന രീതികൾക്കെതിരെ കമ്മീഷൻ ശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പവർ എക്സ്ചേഞ്ചിൽ നിന്നടക്കം വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വാങ്ങിയ വൈദ്യുതിയുടെ കൃത്യമായ വിവരങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും സമർപ്പിക്കാതെ KECB വിവരങ്ങൾ മറച്ചുവെച്ചു എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള അപ്രഖ്യാപിത കറണ്ട് കട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഏതെങ്കിലും സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിന് കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പെങ്കിലും ഉപഭോക്താക്കളെ ഔദ്യോഗികമായി വിവരം അറിയിക്കണമെന്നും കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വരും ദിവസങ്ങളിൽ മൺസൂൺ ശക്തിപ്പെടുകയാണെങ്കിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ ബോർഡ് അടിയന്തരമായി ശ്രമിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലമില്ലാത്തതും എന്നാൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിരക്കിൽ തുടരുന്നതുമാണ് ഈ പ്രതിസന്ധി ഇത്രത്തോളം രൂക്ഷമാക്കിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ ജലസംഭരണികളിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. കാലവർഷത്തിലുണ്ടായ ഗണ്യമായ കുറവ് മൂലം നിലവിൽ KECBയുടെ അണക്കെട്ടുകളിൽ സംരക്ഷണ ശേഷിയുടെ വെറും 20.89% ജലം മാത്രമാണ് ശേഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 58.58% മുൻ വർഷങ്ങളിലെ ജൂൺ മാസങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ദൈനംദിന വൈദ്യുതി ഉപയോഗത്തിലും പീക്ക് ടൈം ആവശ്യകതയിലും വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ രാത്രികാലങ്ങളിലെ വൈദ്യുതി ഉപഭോഗം വൻതോതിൽ ഉയരാൻ പ്രധാന കാരണം നിലവിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളാണെന്നാണ് KECBയുടെ വിലയിരുത്തൽ. മത്സരങ്ങൾ തത്സമയം കാണാൻ ജനങ്ങൾ രാത്രി വൈകിയും ഉണർന്നിരിക്കുന്നതാണ് രാത്രിയിലെ പീക്ക് ഡിമാൻഡ് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചത്. ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമായില്ലെങ്കിൽ കേരളം കടുത്ത ഊർജ പ്രതിസന്ധിയിലേക്കാകും നീങ്ങുക. താൽക്കാലികമായി ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇത് KECBക്കും ഉപഭോക്താക്കൾക്കും വരുത്തിവെക്കുന്ന സാമ്പത്തിക ബാധ്യത ചെറുതായിരിക്കില്ല. അതിനാൽ അത് ഒഴിവാക്കാൻ വരും ദിവസങ്ങളിൽ കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ടു പോകാൻ KECB നിർബന്ധിതരാകും.